ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പണി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വട്ടയപ്പത്തിൻ്റെ മാവ് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല പൊളിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സഞ്ജുവിനും ചിക്കുവിനും സ്കൂളുണ്ടല്ലോ. എന്തായാലും സഞ്ജു 7 ആകുമ്പോഴത്തേക്കും പോവും. ചിക്കുവിന് കൈ വയ്യാത്തതുകൊണ്ട് പോകുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അപ്പച്ചട്ടിയിൽ പ്ലേറ്റിലേക്ക് ഒഴിച്ച് സെറ്റാക്കി നമ്മൾ അടുപ്പിൽ മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് സ്പൂണ് വെച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പം എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പം സമയം 6:30. നമ്മളെ വട്ടയപ്പം റെഡി. ഇനി നമ്മൾ സഞ്ജുവിനെയും ചിക്കുവിനെയും വിളിച്ച് അവർക്ക് കൊടുക്കണം. പിന്നെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കണം. ഒതുക്കിയ ശേഷം നമ്മൾ ഇന്ന് കഞ്ഞിയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞീൻ്റെ കൂടെ നല്ല ചമ്മന്തിയും തുറമാങ്ങയും കൂട്ടി കഴിച്ചാൽ എൻ്റെ ദൈവമേ, പറയുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇന്ന് അങ്ങനെ കഴിക്കാൻ പോവാണേ. ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചമ്മന്തിയിൽ ഉള്ളിയും ഇഞ്ചിയും മുളകും ഉപ്പും കറിവേപ്പില കേട്ടോ. അപ്പോൾ അതും കൂടി ചതച്ച് നമുക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞ് നമ്മൾ മെയിൻ സാധനം തുറമാങ്ങ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് അമ്മ ഒരു ചേച്ചീൻ്റെ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു പാക്കറ്റിന് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് അമ്മ വാങ്ങിച്ചപ്പോഴത്തേക്ക് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നു. പിന്നെ അമ്മ എന്ത് വാങ്ങിച്ചാലും എനിക്കൊരു പാക്കറ്റ് എന്തായാലും വെക്കും. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. 80 രൂപ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അടിപൊളി തുറമാങ്ങയായിരുന്നു. എന്തായാലും കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്തു, ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതോടെ നമ്മുടെ തുറമാങ്ങ കാലി. പിന്നെ രാത്രിക്കത്തെ നമ്മളെ കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നേ. അപ്പം അതും കൂടി ഞാൻ കഞ്ഞിക്ക് വെക്കുന്നുണ്ട്. ഇതണ്ട തുറമാങ്ങയും ചമ്മന്തിയും കഞ്ഞിയും റെഡി. അങ്ങനെ ഞാനും ചിക്കും കൂടി കഞ്ഞി കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കും ഞാനും കൂടി കേട്ടോ കഞ്ഞി കുടിക്കുന്നത്. ചിക്ക് കുറച്ച് ദിവസം വീട്ടിൽ കാണും. അവന് കൈക്ക് വയ്യാത്തതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.